ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് ആണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ബീഫ്, സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1.5 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ക്യൂബ് സൈസിൽ നമ്മൾ സാധാരണ ബീഫ് വയ്ക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ആദ്യമായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. 4 പച്ചമുളക് നീളൻ അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 കതിര് കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ മിക്സ് ചെയ്യാവുന്നതായിരിക്കും നല്ലത്. കാരണം കൈവച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ മിക്സായിട്ട് കിട്ടും. ഇപ്പം നമ്മളിത് ഒരുവിധം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. കാരണം കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി വയ്ക്കാം. 2-3 വിസിൽ വരെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. കാരണം വെന്ത് കഴിയുമ്പോൾ അതിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലുള്ളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് നന്നായിട്ട് വരുന്നത് വരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. 5 പച്ചമുളക് നീളൻ അരിഞ്ഞതാണ്, നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവൊക്കെ കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിനനുസരിച്ച് നമ്മളിടുന്ന മുളക് പൊടിയുടെ ആണെങ്കിലും കുരുമുളക് പൊടിയുടെ ഒക്കെ ആണെങ്കിലും അളവ് അതനുസരിച്ച് നമ്മൾ ചേഞ്ച് ആക്കാം കേട്ടോ. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് സവോളയാണ്. ഒരു 5 സവോള നീളൻ അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ഇനി നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ എത്തുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. എത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു അത്രത്തോളം നമ്മുടെ കറിയുടെ അല്ലെങ്കിൽ മസാലയുടെ ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 കതിര് കറിവേപ്പിലയാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരുവിധം സവോളയുടെ ആ ഒരു പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത്. 1 തക്കാളി നീളൻ അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കുറച്ച് നേരം, ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ സവോള നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തുമ്പോൾ നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമുക്കിതിൽ വെളിച്ചെണ്ണയുടെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് റോസ്റ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വെന്തിട്ട് എങ്ങനെയായി നോക്കാം. ബീഫ് ഇവിടെ നല്ല പോലെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 3 വിസിലടിച്ചതിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ആയിരുന്നു ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം വെള്ളം അതിലുണ്ട്.
ഇനി നമുക്ക് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഈ വെള്ളമടക്കം നമുക്കിനി ഇത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയും ബീഫൊക്കെ കൂടെ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ചിലപ്പോൾ 3 വിസിലിൽ തന്നെ ബീഫ് വെന്ത് കിട്ടണം എന്നില്ല. ബീഫിനനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ബീഫ് വെന്തോന്ന് നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ ബീഫ് വെന്തോന്ന് ഉറപ്പായതിന് ശേഷം മാത്രം നിങ്ങളത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 90% എങ്കിലും കുക്കറിൽ കിടന്നിട്ട് ബീഫ് വേവണം. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബീഫ് റോസ്റ്റ് നിങ്ങൾക്ക് പൊറോട്ടയുടെ ഒപ്പമാണെങ്കിലും ചപ്പാത്തിയുടെ ഒപ്പമാണെങ്കിലും വട്ടയപ്പത്തിൻ്റെ ഒപ്പമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചോറിൻ്റെ ഒപ്പമാണെങ്കിൽ കൂടി അടിപൊളി കോമ്പിനേഷനാണ്. നമ്മുടെ ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ബൈ.